വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും നല്ല ഫിഷ് ടാങ്കിൽ കുഞ്ഞു കുഞ്ഞു കളർ മീനുകളൊക്കെ മേടിച്ചിട്ട് കേട്ടോ. ഇവിടെ എനിക്ക് വേറെ മീനൊന്നും ഇതിൻ്റെ ഉള്ളിലുള്ളത് എനിക്ക് ഇഷ്ടമല്ല. രാനുവേട്ടനല്ല, ഇവിടെ എല്ലാവർക്കും വിഡോസ് എന്തൊക്കെ പേര് പറയാം, എനിക്കറിയില്ല കേട്ടോ, പേരറിയില്ല. എന്നാലും ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു കളർ മീനുകളും ഈ വരയുള്ള മീൻ അതൊക്കെ എടുക്കുമ്പോഴൊരു ഭംഗിയുണ്ടല്ലോ, വലിയ മീൻ കിടക്കുമ്പോൾ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ പോയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ചോണ്ട് നമ്മൾ ഫിഷ് ടാങ്കിൽ ഇട്ടു കൂട്ടാം. എന്താ വെച്ചാൽ കുറേ നാളായി ഫിഷ് ടാങ്ക് ഇങ്ങനെയൊക്കെ എടുക്കണം. അതിനേട്ടന് ഭയങ്കര വിഷമം. അതിനേട്ടൻ കൊതിച്ചിട്ട് ആഗ്രഹിച്ച് ഉണ്ടാക്കിയൊരു ഫിഷ് ടാങ്ക് കേട്ടോ. അവിടെ ഞാൻ ഈ വീട് പണിത് അന്ന് തൊട്ട് 16 വർഷമായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. എല്ലാവരും വന്നിരിക്കുമ്പോൾ എന്തിനാ ഈ സ്പേസ് ഇങ്ങനെ ഇട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫിഷ് ടാങ്കിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ അന്ന് തൊട്ട് ഞാൻ പറഞ്ഞെങ്കിലും അതിനേട്ടൻ്റെ ആഗ്രഹം മൂത്തിട്ടാണ് അതിനേട്ടൻ അത് ചെയ്തത് കേട്ടോ. ഇപ്പം അതിനേട്ടൻ ഇത് ഫുള്ള് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് നടക്കുന്നത് അങ്ങനെ. പക്ഷേ നമ്മുടെ ഇതിനെ ഒരുക്കി വന്നിട്ട് 10,000 രൂപയുടെ ഫിഷ് മേലെ ആദ്യക്കുണ്ടായിരുന്നു. അത് വെച്ചാൽ ഒറ്റ ട്രിപ്പ് മേടിച്ചല്ല, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ 300-200 മേടിക്കും. അങ്ങനെ ഷേപ്പിൽ പോയിട്ട് മേടിച്ചോണ്ടും ഞങ്ങൾ പോയിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് മേടിച്ച് ഉറച്ച് ഇപ്പോൾ വീട് പണ്ടത്തെ വീഡിയോ നോക്കിയാൽ കേട്ടോ. വീഡിയോസ് എന്താണെന്ന് മീനുകളായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ എറണാകുളത്ത് ഒരു ഷൂട്ടിനായിട്ട് പോയി വരുമ്പോഴേക്കും 2 ദിവസം എൻ്റെ വന്നു. അപ്പോഴേക്കും കറണ്ട് പോയി തോന്നുന്നു, ഫിൽറ്റർ വർക്കാണ്ട് ഇങ്ങനെ ഒക്കെ ചത്ത് പൊന്തി. അതിന് ശേഷം കുറേ വിഷമം. അതിന് ശേഷം ഞങ്ങൾ മേടിച്ചു. പിന്നെ എന്താ കാരണവശാല എന്തൊരു കാരണവശാലല്ല പിന്നെ മീനില്ലാതായത് ലൈറ്റ് ഓണാവില്ല. എല്ലാ സ്ഥലത്തും കയ്യേറ്റം വരില്ല. കാര്യം പറഞ്ഞത് ചേരല്ലേ എനിക്കിവിടെ ഞാനല്ലല്ലോ. പിന്നേക്ക് പൊന്നു പറഞ്ഞത് ഓർമ്മ വന്നത്. ഞാനിങ്ങനെ കറണ്ട് പോയി പൊന്നു ലൈറ്റ് കത്താനില്ലല്ലോ ഒന്ന് ഷേപ്പ് ചെയ്തപ്പോൾ ഞാൻ അറിയില്ല. രാവിലെ കത്തിന്ന് അപ്പോൾ പൊന്നു പറഞ്ഞു അത് ഇതായിണ്ടാവും. അപ്പോൾ പിന്നെ കാർത്തൂനെടുത്തിട്ട് അവരങ്ങനെ പോയി. പിന്നെ അത് മറന്നു. പിന്നെ അതിനിപ്പോൾ ചോദിച്ചപ്പോഴേക്കും ഓർമ്മ വരുന്നത് അതായി. എന്താ ഹാപ്പിയായി മീൻ വന്നപ്പോൾ? അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനുള്ളിൽ ഏറെ ഏത് മീൻ കിടന്നാലും അല്ലേ? ഈ ചെറിയ മീനൊക്കെ ഭയങ്കര നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണാനിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ടീപ്പോയി മേടിച്ചിട്ടാ. ഇവിടെ ടീപ്പോയി ഉണ്ടായിരുന്നു, അതാരോ വന്ന് ഇരുന്ന് പൊട്ടിച്ചു. അതായത് ആ ടീപ്പോയിക്ക് മേടിക്കുമ്പോഴേക്ക് തോന്നുന്നത് അതിനേട്ടൻ പറഞ്ഞു എത്ര വർഷം മുന്നേ, ഒരു 16 വർഷം മുന്നേ ഒരു ടീപ്പോയി അതിനായിട്ട് മേടിച്ചതിന് പറഞ്ഞു ചില്ലിൻ്റെ ഉണ്ണി അത് വേണ്ട, നമ്മളോട് ഉണ്ണിയോടുള്ളതായിരുന്നു. കുഞ്ഞിനും പൊന്നുമൊക്കെ ചെറുതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് അത് മേടിച്ചു. അത് സൂക്ഷിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു, അത് പൊട്ടിക്കാണ്ട് നോക്കിയല്ലാണ്ട് അത് ഞാൻ ഏറ്റു തോന്നട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഞാനതൊക്കെ തോന്നുന്നൊരു 10 വർഷത്തോളം ഞങ്ങളത് യൂസ് ചെയ്തത്. പിന്നെ 10-30 വയസ്സായ ഒരാളെ ഇങ്ങനത്തെ ടീപ്പോയിൽ വന്നിരുന്നു. അതാണ് പൊട്ടിയതിൻ്റെ കാര്യം. അപ്പം അങ്ങനെ നഷ്ടം ഇതല്ലേ ടീപ്പോയി പൊട്ടിച്ച കേട്ടാ. അതിന് ശേഷം ഞാൻ ഇപ്പോഴൊരു ടീപ്പോയി മേടിക്കുന്നത്.
ഹാപ്പി. ഇന്നെന്താ ദിവസം? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഫുൾ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അതുപോലെ കണ്ട നമ്മുടെ അച്ഛൻ്റെ പരിപാടിയാണ് ഇതൊക്കെ. ഇത് എനിക്ക് ഇഷ്ടമായിട്ട് ഒരു കടഞ്ഞു വെച്ചു തന്നു. നല്ല സ്ത്രീത്തുള്ളൊരു പെണ്ണ് കണ്ട നല്ല ഭംഗിയിലാണ്. ഉണ്ണിയെ പോലെ ഞാൻ അടക്കളയിൽ ചേട്ടാ ഇന്നലെ ഉറങ്ങി. കുഞ്ഞാ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ചേട്ടാ. കുഞ്ഞിനോട്ടെ കുരു അപ്പോൾ എന്താ പറയുക, എന്തോ പറയാമെന്നില്ല. ആ ദൈവമേ നേരെ വൈകി. എനിക്ക് ഇന്നിപ്പോൾ നിങ്ങൾ നേരെ വൈകുന്നാണല്ലോ പറയണത്. എന്താ ചെയ്യുക, പൊന്നിന് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നു വർക്കിന് പോയപ്പോൾ രാത്രി 2:30 ആകുമ്പോൾ പൊന്നു വർക്കിന് പോയി. അത് കഴിഞ്ഞിട്ട് പൊന്നു വന്നത് എത്ര 9 മണിക്ക് കേട്ടോ. ഇല്ല 9 മണി. അതല്ല ഞാൻ ഇവിടെ എന്ത് ചൊപ്പിടാറുണ്ടോ. 9 മണി കേട്ടോ. 9 മണി. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഞാനും കുഞ്ഞിനും. അയ്യടാ അച്ഛനൊക്കെ സുഖമായിട്ട് ഉറങ്ങി. അയ്യ ഞാൻ എന്നെ കാർത്തിന് കുറച്ചേരം നോക്കി. ദൈവമേ പാട്ടെന്ന് പറഞ്ഞ പോലെ പൂപ്പി പൂപ്പി ഇതിപ്പോൾ അവർ ദൈവമേ നേരം അവളെ 6:30 അവൾ ഉറങ്ങിയിട്ട് കേട്ടാ. 6:30 ഉറങ്ങിയ ശേഷം കിടന്നു. ഞാൻ കുറേ നേരം പാൽ കൊടുത്ത് വയ്ക്കും, ഒന്നും കുടിക്കുന്നില്ല. പിന്നെ കുറച്ച് ഉറക്കി നല്ലോണം മന്ദപ്പുരം ഉറങ്ങിയപ്പോൾ ഞാൻ പതുക്കെ കൊണ്ട് എടുത്തിട്ട് എന്നോട് പറഞ്ഞു തിരിയണ്ടാട്ടോ. തന്നെ ബാക്ക്ഗ്രൗണ്ട് എടുത്തി ഞാനിങ്ങോട്ട് നീങ്ങി പോയിട്ട് അവളെ തൊടാണ്ട് കിടന്നു. എന്താ വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഉണ്ട്. എന്താ വെച്ചാൽ അവൾക്ക് എന്നിട്ട് ഒന്നറിയതിൻ്റെ കഴിയുമ്പോൾ നക്കുണ്ടായിരുന്നു. ഉമ്മി കുടിക്കണ അമ്മയുടെ കുടിയാന്ന് വെച്ചിട്ട് വിശന്നാലും പാല് കുടിക്കില്ല. പാല് കുപ്പില്ല. അപ്പം എന്താ ചെയ്യാ? അപ്പൊ വായന നമ്മുടെ അന്തം വിട്ടിട്ടുള്ള പഠിച്ചാൽ അമ്മ വന്നു കുമ്പി കൊടുത്തപ്പോൾ വെള്ളം പഠിച്ചവനായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുഞ്ഞിൻ്റെ പെണ്ണുകളിലും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ബിസിയാണ്. പെണ്ണിനെ കാണണ്ടേ? അപ്പോൾ നമുക്ക് നോക്കിയല്ല പരിപാടിയോട്. അപ്പോൾ ഗ്രീൻ പീസ് വളർത്തിട്ടുണ്ട്. എനിക്കറിയാം ഇന്ന് കാലത്ത് ഉറങ്ങിയില്ല. രാവിലെ ഞാൻ നേരെ ഇരിക്കാൻ എനിക്കറിയുള്ളത്. അപ്പോൾ ഞാൻ റെഡിമെയ്ഡ് ചപ്പാത്തി അങ്ങനെ മേടിക്കാറില്ല. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാറ് മതി. പക്ഷെ ഇന്ന് റെഡിമെയ്ഡ് ഞാൻ മേടിച്ചു വന്നു. വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഇന്ന് പെണ്ണ് കാണലും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് തിരക്കായിരുന്നു. ഇന്ന് തട്ടിക്കുട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാർത്തൂനുള്ള നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് ശർക്കര ഇട്ടിട്ട് കാർത്തൂന് മാത്രമേ ഇവിടെ എല്ലാവരും കഴിക്കും. കാർത്തൂനിങ്ങനെ പുഴുങ്ങിയാൽ കാർത്തൂൻ കഴിക്കില്ല, അല്ലെങ്കിൽ കാർത്തൂന് കഴിക്കില്ല. അപ്പോൾ ഞാനല്ലേ പൊന്നിനായാലും കുഞ്ഞിനായാലും ഓണ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പഴം ശർക്കര ഇട്ടിട്ട് കഴിക്കുന്നത് എൻ്റെ ഒരു ശീലമായിരുന്നു. അപ്പോൾ അത് അമ്മയുടെ ശീലം കണ്ടിട്ട് അതുകൊണ്ട് അവർക്കും അത് ഓണക്കാലമൊക്കെ പഴം പുഴുങ്ങിയത് വേണം. അപ്പോൾ അങ്ങനെ പൊന്നു പോയി വരുമ്പോൾ പൊന്നു പഴം മേടിച്ചു വന്നിട്ട് അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ശർക്കര ഇട്ടിട്ട് പഴം പുഴുങ്ങാൻ വെച്ചു. അത് 4 എത്രയ്ക്ക് ചിലവാണ് അവിടെ. ഇപ്പോഴും 3 ബാക്കി. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാടൊന്നും കഴിക്കില്ല. ആകെ 3 നേന്ത്രപ്പഴമായിട്ടാണ് നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ട്. അതായത് കുഞ്ഞു പീസായിട്ട് ഇട്ടുന്നുള്ളൂ കേട്ടോ. ഇനി അതിലൊരു 4-5 പീസ് അവിടെ ഇരിപ്പാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി പാക്കറ്റ് ചപ്പാത്തി ആട്ടോ ഞാൻ മേടിച്ചത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മേടിക്കാറില്ല. ഇന്ന് എനിക്കറിയാം മൊത്തത്തിലൊരു ബിസിയാണ്. എന്താ വെച്ചാൽ പൊന്നു ഷെബി വർക്കിന് പോയി കാർത്തുമോളും നമ്മുടെ കയ്യിലുണ്ട്. മൊത്തത്തിൽ ചിക്കൻ തിരക്കും ബഹളമൊക്കെ ആവും. അപ്പോൾ വേഗം ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പണിക്ക് ചേച്ചിയുണ്ട്. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം, കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി പഴം പുഴുങ്ങിയതാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് കറിക്കുള്ള ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോഴത്തെ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുക കേട്ടോ. കുഴച്ചുണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേറെ നിവൃത്തിയില്ല, വേറെ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്താ വെച്ചാൽ 2 ദിവസമായി പൊന്നു അടുപ്പിച്ച് വർക്കിന് പോകുമ്പോൾ എനിക്കും പൊന്നു കുഞ്ഞിനും ഉറക്കില്ലാണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അതും ഉണ്ടായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി ശരിക്കും നമ്മൾ ഒരു 12 മണി 1 മണി 2 മണിയിലൊക്കെ നമ്മൾ ഉറങ്ങാണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ടൈം നമുക്കെല്ലാവർക്കും നല്ല സുഖമായിട്ട് ഉറക്കം കിട്ടുന്ന ടൈമാണ്. ആ സമയത്ത് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് മൈഗ്രൈനുള്ള എനിക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്തു. ഇനി ഉച്ചത്തേക്ക് എന്തെങ്കിലും കറി വയ്ക്കണ്ടേ. പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലത്തെ വീഡിയോ ആട്ടത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. നമുക്ക് ഇന്നലെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഒട്ടും സമയം കിട്ടിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്ക് ഒന്നിനും ടൈം കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇന്നലെ ഫുള്ളും തിരക്കായിരുന്നു.
അങ്ങനെ ഉച്ചത്തേക്ക് നമുക്ക് വെള്ളരിക്കും പരിപ്പും തക്കാളിയും കൂടി കറി വയ്ക്കാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ നത്തൂല് അച്ചാർ ഇരിക്കുന്നുണ്ട്, പപ്പടം കാഴ്ച, പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്, തൈരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞോട്ടെ. എന്താ വെച്ചാൽ ഇന്ന് അയതുമ്മിക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല. ഇവിടെ ആരെങ്കിലും ഒരാൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ വീട് ഇങ്ങനെ ക്ലീൻ ആക്കിയിരുന്നത് തന്നെയാണ് നിർബന്ധം കേട്ടോ. ആര് വരുമ്പോഴും അല്ലാത്തപ്പോൾ ക്ലീനാണ്, എന്നാൽ ഗസ്റ്റ് പ്രത്യേകിച്ച് വരിക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഒരു പ്രത്യേക ഒരു രീതിയാണ്. അത് തന്നെയാണ് മാത്രമല്ല ഞാനും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെള്ളരിക്കും പരിപ്പും തക്കാളി കൂടിയിട്ട് കറി വയ്ക്കാമെന്ന് വെച്ചു. സത്യത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ആരും ചോറിട്ടില്ല. പൊന്നു തോന്നുന്നു അവർ വരേണ്ട നേരത്തെ കുറച്ച് ചോറെടുത്തിട്ട് പൊന്നു കഴിച്ചു. പിന്നെ കുണുക്കന് കുണുക്കിക്കും ചോറ് കൊടുത്തിട്ട് അതിനായിട്ട് കുണുക്കന് കുണുക്കിക്കും ചോറ് ഇട്ട് കൊടുത്തു, കാർത്തൂന് കൊടുത്തു. അതും അതിനായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഇവിടെ ബാക്കി വേറെ ആരും ഞങ്ങൾ ചോറുണ്ടിട്ടില്ല കേട്ടോ. പിന്നെ രാത്രിക്ക് തോന്നുന്നു, പിന്നെ രാത്രി എത്ര മണിക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് വൈകിയുണ്ട്. ഒരു 12 മണി 1 മണി നേരത്താണ് രാത്രി ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഷോപ്പിൽ പോയി. അപ്പോൾ ഉണ്ണിയോട് അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കനും പൊന്നൊക്കെ റോളൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അതിനോടൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല. ആ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ച് 2-3 പീസ് എടുത്ത് കഴിച്ചു എന്നല്ലാണ്ട് ആ റോള് വരെ തിന്നുമ്പോൾ അതിനൊരു കടിയും കഴിച്ചു. എനിക്ക് അതും ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ രാത്രി 12 മണി 1 മണിക്ക് ആയിട്ട് ചോറിന് പോട്ടെ ശോഭയിൽ പോയി വന്നു. പിന്നെ കുണുക്കിന് കുറച്ച് പഠിപ്പിക്കാണ്ടായിരുന്നു, അതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് ചോറിന് നേരപ്പോൾ കുറച്ച് കഴിക്കും. അങ്ങനെ ഏകദേശം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ വീട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന ചേച്ചി വന്നിട്ട് ബാക്കിയൊക്കെ ക്ലീൻ അടിച്ചുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു. വീട് ഒതുക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ അടിച്ചുകൊല്ലും തുടക്കൽ ചേച്ചി ചെയ്തു കേട്ടോ. ചേച്ചിയല്ല ബിന്ദു, തങ്കമണി ചേച്ചിനെയാണ് ചേച്ചിക്ക് ഇന്നലെ വന്ന് ബിന്ദു കേട്ടോ. ബിന്ദു ഏകദേശം എൻ്റെയൊക്കെ ഒരു ഏജ് തന്നെ ആയിരിക്കും. അങ്ങനെ ഇത് നമ്മുടെ ഹാളും ഇത് പൊന്നുവിൻ്റെ റൂമാണ്, അത് പൊന്നുവിൻ്റെ ഷെബിയുടെ റൂമാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവർ പോയി. പൊന്നു പോകുമ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് പൊന്നു വന്നു വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പൊന്നു കുറച്ച് ബേക്കറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പുറത്ത് പോയി കേട്ടോ ഷെബിയും കൂടിയിട്ട്. അങ്ങനെ അതെ ഇപ്പുറത്തെ റൂമും അപ്പുറത്തെ റൂമുണ്ട് കേട്ടോ, അത് കുഞ്ഞിൻ്റെ റൂം, അതും ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഇത് അന്വേഷണ ഞങ്ങളുടെയൊക്കെ റൂമായിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഞാൻ വീട് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തിയതുള്ളൂ. അതല്ല ചെറിയൊരു വീടാണ്, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ. അങ്ങനെ കുഞ്ഞിനോട് കുളിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞ് കുളിച്ച് വന്നു. അപ്പോഴേക്കും കുഞ്ഞ് അപ്പുറത്തുനിന്ന് കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ അപ്പുറത്ത് കുണുക്കീനെ കാർത്തൂനെ ഒക്കെ കുളിപ്പിച്ചു. ഞാൻ കുളിച്ചു. പിന്നെ അന്വേട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേരെ കുളിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ മുടി ഇപ്പോൾ ഈ ഹെയർ വെച്ചതിന് ശേഷം ഇങ്ങനെ ഡ്രയർ 2 പ്രാവശ്യം കുളിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും കുളിക്കെങ്കിലും ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല, അപ്പോൾ ഒന്ന് മുടി ഉണക്കാൻ നിൽക്കട്ടെ. അപ്പോൾ കൊടുക്കാൻ അമ്മേൻ്റെ മുടി ഒന്ന് ഉണക്കിയായി പറഞ്ഞിട്ട് അപ്പോൾ ചെറുതായിട്ട് ചൂടിലല്ല തണുപ്പിലിട്ടിട്ടാട്ടോ നമ്മൾ തണുത്തൊരു കാറ്റോടായിട്ട് ഉണക്കിയെടുക്കുക. ചൂടാകുമ്പോൾ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകും ഹീറ്റാകുമ്പോൾ. അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ പൊന്നു മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് സെറ്റാക്കിയിട്ട്, പ്രത്യേകിച്ച് മേക്കപ്പ് എന്നൊന്നും പറയാൻ നമ്മുടെ വീട്ടിലുള്ള വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കും പിന്നെ എന്താ പൊട്ടുകുത്തി കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മുടി ബാക്കൊന്നും അവൾ സ്ട്രൈറ്റ് ചെയ്തില്ല, ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടു, അത്ര തന്നെ സിമ്പിളായിട്ടൊരു അനുഭവം. അങ്ങനെ നമ്മുടെ കുഞ്ഞിനെ ഒരു 10 മിനിറ്റിനുള്ളിൽ പൊന്നു മേക്കപ്പ് ചെയ്തെടുത്തു കേട്ടോ. ഗൗൺ ഉടുപ്പിക്കലും ഫേസ് മേക്കപ്പ് കൂടിയിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൊന്നിൻ്റെ ഇന്നലത്തെ മേക്കപ്പ്. എന്ന് വെച്ചാൽ കുഞ്ഞിന് ആര് മേക്കപ്പ് ചെയ്താലും പൊന്നേച്ച് മേക്കപ്പ് ചെയ്യുമ്പോഴാണ് കേട്ടോ അവൾക്കൊരു സംതൃപ്തി. എന്നുവെച്ചാൽ നമുക്ക് ഫേസിൽ എങ്ങനെ വേണം എന്ത് വേണം അതിപ്പോൾ അവൾക്കല്ലേ കറക്റ്റാറുള്ളൂ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഒരു ജിമിക്കിട്ട് പിന്നെ കുഞ്ഞ് അവളുടെ കാര്യത്തിലുള്ള മാലും വാടിയിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് കുഞ്ഞ് പറഞ്ഞിട്ട് അപ്പോൾ സിമ്പിളായിട്ട് ചുരിദാറിടാം. പക്ഷേ എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താ വെച്ചാൽ ട്രഡീഷണലാണ് കേട്ടോ. അത് പഞ്ചേട്ടൻ അങ്ങനെയല്ല കേട്ടാ. എന്താണ് എന്ത് ട്രഡീഷണൽ കൂടുതൽ ഇഷ്ടം കേട്ടോ. വേറെ ഒന്നല്ല, പട്ടുപാടും താവടെടുത്ത് കൊടുത്ത് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക സൗന്ദര്യം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്നല്ല. പിന്നെ കുപ്പിവള അതെനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. എനിക്കിങ്ങനെ കുഞ്ഞിനായാലും കുഞ്ഞിനായാലും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ എത്ര വീഡിയോ എടുത്താലും അവരെ കണ്ടാലും എനിക്ക് മതിയാവില്ല, അത്രയ്ക്ക് ഇഷ്ടം. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അവൾ വേറെ ഒന്നും ചെയ്തില്ല, ചുമ്മാ പറയില്ല. ഫേസിൽ ഒരുപാട് മേക്കപ്പ് കാരണം സിമ്പിൾ തന്നെയായിരുന്നു, പക്ഷേ നല്ല അട്രാക്ഷനായിരുന്നു. എന്നല്ലേ കുഞ്ഞു പറയും എൻ്റെ അമ്മയ്ക്ക് ധാവണി തന്നെ ഇഷ്ടമുള്ള പറയും. അവൾ അമ്മ സിമ്പിളായിട്ടൊരു ചുരിദാർ ഇട്ടുന്നാൽ മതി അമ്മ സിമ്പിളായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു
അതിനിപ്പോൾ എന്തൊക്കെ സിമ്പിളാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ധാവന് പുതിയതും നല്ലൊരു വീട്ടിലുള്ളൊരു ധാവനം എടുത്ത് കൊടുക്കണു, ഫേസിൽ നീ എന്നും ചെയ്യണ പോലെ ഒരു മേക്കപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഹെവി മാലകളോ കാര്യങ്ങളോ ഇല്ല. കുഞ്ഞ് 2 കൈമ കുറച്ച് കുപ്പികൾ ഒരു കുഞ്ഞൊരു ജീവിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും കാര്യങ്ങളാണല്ലോ. അപ്പം ഞങ്ങളെ പണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലുള്ളത്. എൻ്റെ പൊന്നും ഒരു 5 മിനിറ്റിനുള്ളൊരു സുന്ദരി വന്ന് തന്നിട്ട് എൻ്റെ പൊന്നിൻ്റെ ആ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഇപ്പോൾ അവളോട് പറഞ്ഞിരിക്കും ഇങ്ങനത്തെ ചുരിദാർ അല്ലേ, ചിലപ്പോൾ നമ്മൾ എത്ര കാശ് കൊടുത്താലും നമ്മുടെ മനസ്സിനാണ് അങ്ങനെ ചുരിദാർ ഇപ്പോഴും കിട്ടിയെന്ന് കേട്ടോ. അതെ അങ്ങനെ അവരെത്തിയിട്ടോ. അവരെത്തിയപ്പോൾ പൊന്നു അപ്പുറത്ത് ജനലിലും കൂടെ പോയിട്ട് ചെറുതായിട്ട് ആ വീഡിയോ ഒന്ന് എടുത്തതാട്ടോ. നമ്മൾ ആരുടെ ഫേസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അതിനൊക്കെ സമയമാവട്ടെ കാര്യങ്ങളാവട്ടെ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും അവർക്കുള്ള ഉത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്, പറഞ്ഞു തരും. അവിടെ നമ്മുടെ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടായാലും നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സ്വതവേ. അതേപോലെ ഈ ഒരു ഷെയർ ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാം കേട്ടോ. അതിന് സമയമായി നമ്മളെല്ലാം കറക്റ്റ് പറയണതാണ്. അപ്പോൾ ഇത് അവർക്ക് എല്ലാവർക്കും വെള്ളം വേണ്ടാണെന്ന് വെച്ചാൽ മധുരം കഴിക്കാത്തവരുണ്ട്, അലർജിയിലുണ്ട് പൈനാപ്പിൾ. അപ്പം ഞാൻ ചായ വയ്ക്കാം കേട്ടോ അവർക്കുള്ളത്. അപ്പോഴേക്കും നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ പെണ്ണിക്കാണൊരു ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും നെഗറ്റീവായിട്ട് തന്നെ അത് അവർ ചുമ്മാ എടുക്കാണ് കാര്യം വേണമെന്നാണ് ഞങ്ങൾ അവർ വന്ന് അറിയണ ഒരു ചെറിയൊരു പീസ്. നമ്മുടെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പീസാണ് ഇട്ടിരുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ അല്ലേ എല്ലാം കാണിച്ചു തരും. ഞാൻ പറയാം എന്നും എൻ്റെ എന്നെ സ്നേഹിക്കുന്നവരോട് എന്നും എൻ്റെ അടുത്തൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ മറച്ചിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിലില്ല. അപ്പോൾ അതേപോലെ നിങ്ങളിലേക്ക് ഞാൻ എല്ലാം കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്, പറയും. ഇപ്പം സമയമാവാത്തതുകൊണ്ടാണ്, സമയം എല്ലാം ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ അടുത്ത്. എന്താ ഞാൻ പറയുക, എനിക്ക് രക്തബന്ധത്തിനേക്കാൾ ഉപരി എന്നെ സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്യുന്നവരോടായിട്ട് ഞാൻ കൂടുതലും ഇപ്പോഴും ഞാൻ പറയണു, നമ്മളെ വീഡിയോ കാണും ഒരുപാട് ആൾക്കാർ ഓടി നമ്മുടെ അടുത്തൊന്ന് വർത്തമാനം പറയുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം ഇന്നലെ ശോഭ സിറ്റി പോയി വരുമ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഓർണടിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അവർ തന്നെ താറ്റത് പറയുമ്പോൾ സത്യം അവരൊക്കെ നമ്മളെ അത്രയും സ്നേഹിക്കാന്ന് പറയുമ്പോൾ അതിന് വലിയത് എന്താ. അപ്പം നിങ്ങളെ ഒരിക്കലും ഞാൻ ചതിക്കില്ല. ഞാൻ സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയണത്. അതിന് ഇനി നെഗറ്റീവായിട്ട് വരുന്ന 1-2 ആൾക്കാരുണ്ട്. അതിലൊരാളെ നമ്മൾ പിടിക്കാട്ടാകുമ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരിക്കൽ എനിക്ക് ഞാൻ വിളിക്കുന്ന ദൈവത്തിന് എനിക്ക് ഭയങ്കര വിശ്വാസം എന്താണെന്നറിയില്ല, ആണ് ഞാൻ ഭയങ്കര വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിച്ച് ഞങ്ങളെ ഉപ്പും മുളകും ലൈറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ്, പറയണതാണ്. അപ്പോൾ ഇപ്പോൾ പൊന്നൂർ ഒരു സാധനം മേടിക്കാൻ തൃശ്ശൂർക്ക് അർജൻറ്റായിട്ട് പോകാണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ പൊന്നു പറഞ്ഞു അമ്മ വേഗം വീഡിയോ എടുത്ത് മതി നമുക്ക് പോകണ്ടേ എന്ന് വെച്ചാൽ സമയമൊക്കെ ഒന്നും ഒരു 6-7 മണിയൊക്കെ ആയിട്ട് ഇനി തൃശ്ശൂരെത്തി കട അപ്പോഴേക്ക് അടയ്ക്കുന്നത് 7 മണി ആയിട്ടില്ലല്ലോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വന്നു പോകുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് എടുക്കാനൊക്കെയാണ് പറയുന്നത്. ആശാത്തിക്ക് ആരും അങ്ങനെ നിൽക്കണത് കണ്ടുകൂടാ, എന്താണെന്നറിയില്ല. അങ്ങനെ ആശാത്തി എടുക്കാനാണ് പറയണത്. അപ്പോൾ എന്താ പറയുക, ബാക്കി ഡീറ്റെയിൽ ഇപ്പം ഞാൻ വീഡിയോയിലൊന്ന് പറയാം കേട്ടോ. ഓക്കെ, ഹലോ. അതേവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്യാണ്, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് അല്ലേ മക്കളെ. അപ്പോൾ നമ്മുടെ അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള ക്ഷണിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ നിൽക്കട്ടെ എല്ലാവരും കൂടിയിട്ട്. വേണ്ടപ്പെട്ടവരടുത്തേക്ക് ആകുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോകാന്ന് വെച്ചു കുഞ്ഞാ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി പോകാത്ത പോലെ. ബാക്കിയുള്ളടത്തൊക്കെ ഞാൻ കച്ചിടാറും കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, അങ്ങനെ വേണ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ അയാളെ പേര് മോളെ ബിനോയ് പോൾ. അപ്പൊ നമുക്ക് കുറേ നാളായിട്ട് അറിഞ്ഞിട്ടുണ്ട് ആള് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ പ്രൈവറ്റ് ആക്കിയിട്ടിരുന്നു. നല്ലൊരു അല്ല കാണാൻ നല്ല മാന്യ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. പക്ഷെ അതും നല്ല കമന്റ് എന്ന് വെച്ചാൽ വേണ്ട, ഫേക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു മാന്യത വേണം. ഫേക്ക് തന്നെ അല്ല, ഞാൻ ഇതല്ലോ ചെയ്യുന്നത്, എന്തിനാലും ഒരു മാന്യത. അപ്പൊ അഹങ്കാരിയോട് ഒരിക്കൽ പറഞ്ഞായിരുന്നു മൂക്കൊരു തുമ്പത്തിന്ന് എന്നെ കണ്ടെത്തില്ലാന്ന്. പൊന്നു മോളെ ഞാൻ കണ്ടെത്തിയതിന് ഇതേപോലെ ഫോട്ടോസ് ആക്കി തന്നെ നമ്മൾ പുറത്തേക്ക് വിടണം കേട്ടോ, അത് ഉറപ്പുള്ള കാര്യമാണ്. മോശമായി കമന്റ് ഇട്ടിട്ടില്ലല്ലോ, നമ്മൾ ആ വീഡിയോയിൽ കൊടുത്ത ഓരോ
കമന്റ് ആണ്. ബാക്കിയുള്ള മോശമായ കമന്റുകൾ നമുക്കറിയാലോ. വെറുതെ പോയിട്ട് ഞങ്ങൾ കുറ്റം പറയും. ഇത്ര നാലിട്ട അയാൾ പ്രൈവറ്റ് ആക്കുന്ന ഞാൻ കാരണം അയാളെ ഫാമിലി ഫോട്ടോയും കാരണം ഒക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരു മാന്യത സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാണ് പെരുമാറുന്നത്. അയാൾക്ക് 2 പെൺകുട്ടികളുണ്ട്. എന്നിട്ടാണ് അയാൾ മറ്റുള്ളവരെ കയറി ഇരുന്ന് ചോറിയിട്ടത്. ആ പൊന്നുവിന്റെ ഷെബിയുടെ അക്കൗണ്ടിൽ പോയിട്ട് ഞങ്ങൾ കുറ്റം പറയും. ഞങ്ങളുടെ അക്കൗണ്ടില് ഷെബിന് പൊന്നുവിന്റെ കുറ്റം പറയും. അപ്പൊ അഹങ്കാരി ഞങ്ങൾ എത്തും. എനിക്ക് നല്ല വിശ്വാസ കണ്ടെത്തുന്നു. ഞാൻ ഒരു കാര്യം കണ്ടെത്തുന്നു ഞാൻ വിചാരിച്ചുണ്ടല്ലോ, അത് ഏത് നിലയ്ക്കായാലും ഞാൻ തരപ്പ എനിക്ക് ഒരു എനിക്കൊരു അനുഗ്രഹം എന്താ പറയുക കേട്ടോ. ഞാൻ കുറേ ദിവസം എഴുതണം പ്രാർത്ഥനയോമേ. എനിക്ക് ആ സ്വപ്നത്തിന് പല അനുഭവത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഞാൻ എഴുതണം. ഞാൻ കള്ളം കയറിയപ്പോൾ അയാള് 82 തുടങ്ങിയതാ കക്കാൻ. അയാളെ പിടിച്ചത് എൻ്റെ എത്രയോ വീട്ടുകളിൽ അയാൾ കള്ളനായിട്ട് കയറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കൽ അയാൾ എൻ്റെ മുന്നിൽ വരണം. എന്താ വെച്ചാൽ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഈ വീട് കുത്തി പൊളിച്ചപ്പോൾ എനിക്ക് നല്ലോണം പക്ഷേ എന്താ വെച്ചാൽ കുഞ്ഞിൻ്റെ ചികിത്സയിൽ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും കാശില്ലാത്ത ടൈറ്റിലാണ് ഞങ്ങൾ ഈ വീട് പണിതത്. അത് അയാൾ ഒരു മനസ്സാക്ഷിയിലാണ് കുത്തി പൊളിച്ചപ്പോൾ ഞങ്ങൾ ഒരു മനസ്സിനൊരു വേവ് ഉണ്ടായി, ടെൻഷനേ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാളെ കണ്ടെത്തി വെറും എത്ര മാസം? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആ കള്ളനെ പിടിച്ചിട്ട് എനിക്ക് കാണണം. എൻ്റെ വീട് കുത്തി പൊളിച്ച മനുഷ്യനേക്ക് കാണണം. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ബിനോയിനെ ഞാൻ കുറച്ചാളായിട്ട് നോട്ടിട്ടായിരുന്നു. കുറേ നാൾ മുന്നോട്ട് ഞങ്ങളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് നടന്നായിരുന്നു. അപ്പോൾ അവനെ പിടിച്ചില്ലേ. അപ്പം നമ്മളെ അഹങ്കാരി നിന്നെ ഞാൻ അറിയും. നിന്നെ കണ്ടെത്തിയിരിക്കും. അതിൽ യാതൊരു ഏത് വിധനും ഞാൻ കണ്ടെത്തിയിരിക്കും, അത് ഉറപ്പ്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയണതോടെ ഈ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് അത്രയ്ക്കും നമ്മളതിൻ്റെ മക്കളേനെയും നമ്മളതിനൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് അത്രയും വേദനയുണ്ട്. നമ്മൾ മനുഷ്യന്മാരല്ലേ. ഒരു വ്ളോഗ് ഉണ്ടായിട്ടൊരു പരിധി വരെയൊക്കെ നമുക്ക് കേട്ടൊക്കെ പറയണതിന് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരു മാന്യത വേണം. നമുക്ക് എന്തിനും ഒരു മാന്യത ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ മാന്യത കടന്ന് കൈയായി പോയി. അപ്പോഴാണ് നിങ്ങൾ പ്രതികരിക്കാതെ വെച്ചത് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞങ്ങൾ പോയി വരാം മക്കളെ. ബിനോയ് പോളിനെ കണ്ടെത്തിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷം അല്ല. പോട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.